മുൻ ന്യൂസ് ക്ലിക്ക് മാധ്യമപ്രവർത്തക അനുഷ പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അനുഷ പോൾ, ഈ സുപ്രീം കോടതി വിധിയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകാം. എങ്ങനെ പ്രതികരിക്കുന്നു ഈ സാഹചര്യത്തിൽ? ഒരുപക്ഷെ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സാഹചര്യം എങ്ങനെയാണ് ന്യൂസ് ക്ലിക്ക് വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നത്? അത് കേന്ദ്ര സർക്കാരിനെ എങ്ങനെ പ്രകോപിപ്പിച്ചു? ആ പ്രകോപനത്തെ തുടർന്ന് പുർക്കായസ്ഥ അടക്കമുള്ളവർ അകത്തു പോകേണ്ട, ജയിലിൽ അടയ്ക്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ സുപ്രീം കോടതി കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ്? സുപ്രീം കോടതി വളരെ ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നടപടി കൈക്കൊണ്ട് എന്നുള്ളതാണ്. ഇത് വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസ് ആണ്. പ്രബീറിന് ജാമ്യം കിട്ടി എന്നുള്ളത്. അതുപോലെ തന്നെ ന്യൂസ് ക്ലിക്കിന്റെ ഈ വിഷയത്തിൽ ഡൽഹി പോലീസും ഈ പറഞ്ഞതുപോലെയുള്ള മോദി, അദാനി, അംബാനി, ഈ പറഞ്ഞ അമിത്ഷാ, ഈ ഭരണകൂട ഭീകരത ഡൽഹി പോലീസിനെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബോഡീനെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂസ് ക്ലിക്കിനെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തില് പോലീസിന് അതുപോലെ തന്നെ ഇവർക്ക് നല്ലൊരു ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോർട്ട് വെർഡിക്റ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പിന്നെ പ്രബീർ പുർക്കായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും ഒക്കെ നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഉടനെ തന്നെ അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂസ് ക്ലിക്കിന്റെ റിപ്പോർട്ടിങ്ങുകൾ സ്വാഭാവികമായിട്ടും ഇത് മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ ജേർണലിസ്റ്റുകളും ന്യൂസ് ക്ലിക്കിന്റെ ഓരോ എംപ്ലോയീസും പ്രബീർ ഉൾപ്പെടെയും പ്രബീറിന്റെ വക്കീൽ ഉൾപ്പെടെയും ഞാൻ ഉൾപ്പെടെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ന്യൂസ് ക്ലിക്കിനും പ്രബീറിനും മേളില് കെട്ടിച്ചമച്ചിട്ടുള്ളത്. അത് വളരെ എവിഡന്റ് ആണ്. ന്യൂസ് ക്ലിക്ക് നടത്തിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അല്ലെന്നുണ്ടെങ്കിൽ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ജേർണലിസം കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ന്യൂസ് ക്ലിക്ക്. അപ്പൊ അതിനെ സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്നവർക്ക്, റൂളിംഗ് ക്ലാസ്സിനെ ഒരുപാട് റൂളിംഗ് ക്ലാസ്സിനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അവരെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യത്തിൽ നിന്ന് കൊണ്ടാണ് ഈ ഒരു ഭയങ്കര അട്ടർലി എന്താ പറയാ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ കുറെ അപ്രൂവേഴ്സ്മാരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും, കുറെ ആൾക്കാരെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇപ്പം നമ്മൾ കണ്ടതാണ്. കുറെ അപ്രൂവേഴ്സ് ഉണ്ടാകുന്നു, അവരെ കൊണ്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ ഡൽഹി പോലീസ് മറ്റെന്താ പറയാ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ചീപ്പ് നോവലിന് മാതിരി ഉള്ള ഒരു രീതിയിലുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കി അതുപോലൊരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഉണ്ടായത് പ്രബീർ കശ്മീർ വിഷയത്തിൽ. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ വാർത്തകൾ മെനയുന്നതിനേക്കാൾ സമർത്ഥമായി കേന്ദ്ര സർക്കാരും ഇഡിയും ഇതുമായി ബന്ധപ്പെട്ട കഥകൾ മെനഞ്ഞു. ഗോഡി മീഡിയയുടെ കാലത്ത് ന്യൂസ് ക്ലിക്ക് പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുകയും ചെയ്തിരുന്നത്. അനുഷ പോളിന്റെ വീട്ടിലടക്കം ആ കാലത്ത് റെയ്ഡുകൾ നടക്കുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കാവുന്നത് നന്നായിരിക്കും. വളരെ ഇപ്പൊ എന്റെ വീട്ടില് പോലീസ് വന്നതിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ പറഞ്ഞ 8000-ഓളം പേജ് വരുന്ന ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തല്ലോ. അതിന്റെ ഒരു ചാർജ് ഷീറ്റ് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയി, നിങ്ങൾ മീഡിയക്കാരുടെ കയ്യിൽ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ പറഞ്ഞിട്ടുള്ള കഥകൾ എന്തൊക്കെയാണോ നോക്കൂ. CIAക്കെതിരെ ഫണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്, ബാഗ് ഫുൾ ഓഫ് മണി അത് കൊടുത്തു എന്നുള്ളതാണ് ഏതൊക്കെയോ അപ്രൂവർമാരെ കൊണ്ട് പറയിപ്പിച്ച് ഡൽഹി പോലീസ് എഴുതി വെച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷക സമരം നടത്തുവാൻ വേണ്ടിയിട്ട് വെപ്പൺ വാങ്ങിപ്പിച്ചു, കൊടുത്തു, എത്തിച്ചു എന്നുള്ള തരത്തിലുള്ള വളരെ ബേസ്ലെസ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ തേർഡ് റേറ്റ് നോവലുകളിൽ പോലും ഇത്തരത്തിലുള്ള കഥകളൊന്നും കിട്ടൂല. ഇത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞിട്ട് ആണ് പ്രബീറിനെയും ന്യൂസ് ക്ലിക്കിനെയൊക്കെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു ഏകദേശം 148 ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യുന്നു, ഭീകരതയിലാക്കുന്നു, പീഡിപ്പിക്കാൻ നോക്കുന്നു, നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അത്തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഭീതി ആണ് അവര് കുറച്ച് അധികം നാളുണ്ട്. 2021 മുതൽ തന്നെ അവര് ഉണ്ടാക്കാൻ ശ്രമിച്ചു. മറ്റ് പല ജേർണലിസ്റ്റുകളും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു അടിയായിരുന്നു. പല ആൾക്കാര് ജേർണലിസം ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതിയിലേക്ക് പോവുകയും ഈ നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പീപ്പിൾ സെൻട്രിക് സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ഭയങ്കര ഒരു സോ കോൾഡ് അൺബയസ്ഡ് റിപ്പോർട്ടിംഗിലേക്ക് പോകണം എന്നുള്ള തരത്തിലുള്ള ഒക്കെ ഒരു എന്താ പറയാ ഒരു നറേറ്റീവിലേക്കൊക്കെ ആൾക്കാരെയൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പം ഇതെന്തായാലും ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുന്നു. അനുഷ, അപ്പോൾ ഒരുപക്ഷെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നീതി വൈകി എത്തിയതാണെങ്കിലും അതൊരു നീതി തന്നെയാണ്. പക്ഷേ
രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ അതിക്രൂരമായ നടപടികൾ കൈക്കൊള്ളുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ നീതിന്യായ പീഠങ്ങളുടെ ഇടപെടലുകൾ അല്പം കൂടി കാര്യക്ഷമമാകേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ചിന്തകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, രാജ്യത്ത് മാധ്യമങ്ങളെ പേടിയുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യം. മാധ്യമങ്ങൾ മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ മാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യുക, മാധ്യമപ്രവർത്തകരെ രാജ്യവിരുദ്ധന്മാരായി, ചൈനാചാരന്മാരായി മുദ്രകുത്തി ജയിലറയ്ക്കുള്ളിൽ ആക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ളൊരു വിധി പുറത്തു വരുമ്പോൾ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അത് വലിയ ആശ്വാസം പകരുന്നതല്ലേ, ഒപ്പം ജനാധിപത്യത്തിനും? ഇത് ഒരു തരത്തിൽ ആശ്വാസം പകരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ UAPA വിഷയത്തിൽ ഇത്രയൊക്കെ ടൈം എടുക്കും എന്നാണ് മനസ്സിലാവുന്നത്. അതിലും ഒരു 7 മാസം കഴിയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കുറെ വേർഡിക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സുപ്രീം കോടതിയിൽ പല ജഡ്ജിമാരുടെയും പല ബെഞ്ചിന്റെയും കീഴിലുള്ള പലതരത്തിലുമുള്ള എന്താ പറയാ ജഡ്ജ്മെന്റ് ഒക്കെ ഭയങ്കര അപകടകരമായിട്ടുള്ള ജഡ്ജ്മെന്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്, ഹൈക്കോടതികളിൽ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ജനാധിപത്യം പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ അതിനെതിരെ ഫൈറ്റ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനകത്തെ ഒരു വലിയൊരു എന്താ പറയാ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു നേട്ടമായിട്ട് തന്നെ ഇതിനെ കാണാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ കുറെ അധികം ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ വളരെ വോക്കലായിട്ട് ഈ ഭരണകൂട ഭീകരത അല്ലെങ്കിൽ മോദി, അംബാനി, അദാനി ഇവരുടെ ഒരു ഇമ്മോറൽ റിലേഷൻഷിപ്പിനെ എക്സ്പോസ് ചെയ്യുന്ന, അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജേർണലിസ്റ്റുകൾക്ക് ഇതൊരു ആശ്വാസകരമാണ്. എന്ന് മാത്രമല്ല, ന്യൂസ് ക്ലിക്ക് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അത് പഴയ പോലെ ഗർജിക്കുന്നില്ലെങ്കിൽ കൂടിയും അത് ഇന്നും സൈലന്റ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ന്യൂസ് ക്ലിക്ക് പഴയ രീതിയിലേക്ക് തന്നെ വീണ്ടും ഒരു ഗർജിക്കുന്ന വോയിസ് ആയിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്ന ഒരു ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു എന്താ പറയുക പോസിറ്റീവ് ഡെവലപ്മെന്റ്. പ്രബീർ ഉടനെ തന്നെ പുറത്തു വരും, ന്യൂസ് ക്ലിക്ക് വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഞാൻ. അത് തന്നെയാണ് അനുഷ. അപ്പോൾ വളരെ നന്ദി. ഏതായാലും ന്യൂസ് ക്ലിക്ക് വീണ്ടും ഗർജിക്കുന്ന ആ ശബ്ദത്തോടു കൂടി തിരികെ വരും എന്നുള്ള പ്രതീക്ഷയാണ് അനുഷ പോൾ, ന്യൂസ് ക്ലിക്കിന്റെ മുൻ മാധ്യമ പ്രവർത്തക, പങ്കുവച്ചത്. അങ്ങനെ തന്നെയാണ് രാജ്യവും പ്രതീക്ഷിക്കുന്നത്.